വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശയ്യ 55 അധ്യായം ദൈവത്തിന്റെ ക്ഷണവും കരുണയും കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ്. ഈ അധ്യായം ദാഹിക്കുന്നവരെ വെള്ളത്തിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ ക്ഷണം, അവന്റെ വചനത്തിന്റെ ശക്തി, മനുഷ്യന്റെ വഴികളും ദൈവത്തിന്റെ വഴികളും തമ്മിലുള്ള വ്യത്യാസം, ദൈവവചനത്തിന്റെ വാഗ്ദാനങ്ങൾ ഉറപ്പായും നിറവേറും എന്ന ഉറപ്പ് എന്നിവയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ വഴികളുടെ മഹത്വം യേശയ്യ 55 8ഉം 9ഉം തിരുവചനങ്ങളിൽ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവവചനത്തിന്റെ മാഹാത്മ്യം യേശയ്യ 55 11 തിരുവചനത്തിൽ വായിക്കാം. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. യേശയ്യ 56 അധ്യായം ദൈവത്തിന്റെ രക്ഷയും നീതിയും എല്ലാവർക്കും തുറന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന അധ്യായമാണ്. ഇത് അന്യജാതിക്കാരെയും ഷണ്ഡന്മാരെയും ഉൾപ്പെടുത്തി ദൈവത്തിന്റെ നിയമം പാലിക്കുന്നവർക്ക് അവന്റെ സാർവത്രിക സഭയിൽ, അതായത് അവന്റെ ആലയത്തിൽ സ്ഥാനമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും ശാബത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. യേശയ്യ 56 അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങൾ. യേശയ്യ 57 ദൈവത്തിന്റെ ജനത്തിന്റെ ആത്മീയ അവസ്ഥയും അവർക്കുള്ള ദൈവത്തിന്റെ കരുണയും കുറിച്ചുള്ള അധ്യായമാണ്. ഇത് നീതിമാന്മാരുടെ മരണം, വിഗ്രഹാരാധനയുടെ കുറ്റം, ദൈവത്തിന്റെ ജനത്തിന്റെ വഴിതെറ്റൽ, എന്നാൽ ഒടുവിൽ ദൈവത്തിന്റെ കരുണയും സമാധാനവും ലഭിക്കുന്നവരുടെ അനുഗ്രഹം എന്നിവയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.